ഞങ്ങളുടെ നാട്ടിൽ സജീവൻ എന്ന പേരുള്ള ഒരു യുവാവുണ്ട്. അദ്ദേഹം ടൗണിൽ വെച്ച് പെങ്ങളും അളിയനും കുട്ടികളും വരുന്നത് കണ്ടപ്പോൾ വലിയ ആളി ചമഞ്ഞുകൊണ്ട്, അളിയ പെങ്ങളെ നമുക്ക് ചായ കുടിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവർ അത് നിരസിച്ചു. വീണ്ടും അവൻ ആവശ്യപ്പെട്ടു, അളിയ പെങ്ങളെ നമുക്ക് ചായ കുടിക്കുകയല്ലേ, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടോ, നമുക്ക് ഹോട്ടലിൽ പോകില്ലേ എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം അവർ ആ ക്ഷണം നിരസിച്ചെങ്കിലും അളിയനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും, ഫോർമാലിറ്റി കൊണ്ടുമൊക്കെ ആയിരിക്കും. പക്ഷേ വീണ്ടും അളിയൻ നിർബന്ധിച്ചപ്പോൾ അവർ എന്നായിക്കോട്ടെ അളിയൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് കയറി. അങ്ങനെ അവർ ഫുഡൊക്കെ നല്ലോണം കഴിച്ച്, ചായ കുടിക്കല്ലേ എന്ന് പറഞ്ഞ സജീവൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. എന്തു ചെയ്യും? അളിയനും പെങ്ങളും അത് നിരസിക്കും, ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് പറഞ്ഞു കളയുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പാവം സജീവൻ അത് പറഞ്ഞത്. പക്ഷേ എന്തു ചെയ്യാൻ, നിർഭാഗ്യവശാൽ അവരത് ആവർത്തിച്ചതുകൊണ്ടായിരിക്കാം, വേണ്ടിയിട്ട് തന്നെയാണ് അളിയൻ സൽക്കരിക്കുന്നത് എന്ന് കരുതി അവരെ സമ്മതിക്കുകയും ചെയ്തു. അവസാനം കാഷ്യറുടെ അടുത്ത് സ്വകാര്യം പറഞ്ഞു, ഞാൻ പൈസ വൈകുന്നേരം എത്തിക്കാം എന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ സജീവനെക്കുറിച്ച് ചരിത്രം പറഞ്ഞ് എല്ലാവരും ചിരിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ അവസ്ഥയോർത്തിട്ടാണ്. 46 MLA-മാർ കൂടെയുണ്ടെന്ന അവകാശവാദവുമായി KC വേണുഗോപാൽ. എന്നാൽ ഒരിക്കലും അദ്ദേഹം ഒരു ഫേമസ് അല്ല കേട്ടോ. നമ്മളൊക്കെ എത്രത്തോളം രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, KC വേണുഗോപാൽ എവിടെയും അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ഇടയ്ക്ക് കേൾക്കാമെന്നല്ലാതെ അദ്ദേഹം ചിത്രത്തിലില്ല. സീനിയോറിറ്റി അവകാശപ്പെടുന്ന ചിന്നിത്തലയാണ്, അതുപോലെ തന്നെ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുന്ന സതീശനുമാണ് ചിത്രത്തിലുള്ളത്. ഇവർ കടിപിടി കൂടുകയാണ്. നമ്മുടെ മൂത്തേടത്തടക്കം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുകയാണ്. എന്തൊരു ലജ്ജാവഹമാണ് അല്ലേ? 3-4 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി ആരാണെന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ദുരന്തം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഉണ്ടാകുന്നതാണ് എൻ്റെ അറിവ്. അതിനിടയ്ക്കാണ് KSRTC, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ആ സജീവൻ്റെ ചരിത്രം പറഞ്ഞ് കൂകിക്കുടുങ്ങുക എന്നൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞു കുടുങ്ങിയതാണ് എന്നെനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന KSRTC നമ്മുടെ കാര്യം എങ്ങനെയാണെങ്കിലും പിന്നെ നമ്മുടെ സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പിന്നെ മുൻകൈ എടുത്തത് കൊണ്ടാണ് KSRTC ആ ഗർത്തത്തിൽ നിന്ന് ഒന്നൊക്കെ കട്ടപ്പുറത്തുനിന്ന് കരകയറിയത്. എന്നാൽ ഇപ്പോൾ തിരിച്ച് ഇനി കട്ടപ്പുറത്തേക്കല്ല, വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന രീതിയിലാണ്. സ്ത്രീകൾക്ക് മുഴുവനും സൗജന്യ യാത്ര, അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലാണ് എന്ന് പറയുന്ന KSRTC. എങ്ങനെയാണ് സ്ത്രീകൾ, കൂടുതലും സ്ത്രീജനങ്ങളാണ് KSRTCയുടെ കൈമുതൽ. KSRTCക്ക് ഇത്രത്തോളം വരുമാനം ഉണ്ടാകുന്നതിലും മെയിൻ യാത്രക്കാർ സ്ത്രീജനങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നത്. കണക്കങ്ങനെയാണ്. ആ സ്ത്രീകൾക്ക് മുഴുവനും പിന്നെ സൗജന്യ യാത്ര നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? മാത്രമല്ല ഇവിടെ ഒരു ധാർമ്മിക പ്രശ്നം വരുന്നുണ്ട്. ഞങ്ങൾ പുരുഷന്മാരെക്കുറിച്ച് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളാരും മനുഷ്യന്മാരല്ലേ? സ്ത്രീകൾക്ക് മാത്രം നിങ്ങൾ അങ്ങനെ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയത് നീതീകരണമാവുക? സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മാത്രം നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്താൽ മതിയോ? പുരുഷന്മാരായ ഞങ്ങളുടെ വോട്ട് കൂടി കിട്ടിയിട്ടല്ലേ നിങ്ങൾ അധികാരത്തിലേറിയത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? റേഷനാണെങ്കിൽ റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിൽ, ഒരു വീട് പിന്നെ ലൈഫ് മിഷനിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതും സ്ത്രീകളുടെ പേരിൽ. ഇപ്പോൾ ഇതാ അങ്ങനെ പല പദ്ധതികളും സ്ത്രീകളുടെ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. എന്തേ? പുരുഷന്മാരായ ഞങ്ങളൊന്നും മനുഷ്യന്മാരല്ലേ? ഞങ്ങളൊന്നും ഈ നാട്ടിലെ പൗരന്മാരല്ലേ? ഞങ്ങളുടെ കൂടെ വോട്ട് കിട്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ജയിച്ചത്? LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇവിടെ ഒരു പാർട്ടി തിരിച്ച് പറയുകയെന്നല്ല. ഇത് തികച്ചും അനീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത് അവസാനം KSRTCയുടെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് മാത്രം. എന്തുകൊണ്ട് പുരുഷന്മാർക്കില്ല? അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഏത് സർക്കാരാണെങ്കിലും ഈ സ്ത്രീകളുടെയും പുരുഷന്മാരെയും ഇങ്ങനെ വിവേചനത്തോടെ കാണുന്ന നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത്? നിങ്ങൾക്കെന്താ പുരുഷന്മാരുടെ ഇത്ര വിദ്വേഷം? മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ത്രീകൾ മാത്രമാണ് അവിടെ മനുഷ്യന്മാരായിട്ടുള്ളത്. പുരുഷന്മാരായ ഞങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ലേ? ഇപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ കഴിഞ്ഞ LDF സർക്കാർ പെൻഷൻ നിശ്ചയിച്ചു 1000 രൂപ. എന്താ പുരുഷന്മാർക്കില്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് പഴയ പോലെ ഒന്നല്ല, സ്ത്രീകൾക്ക് ഇപ്പോൾ ജോലിയൊക്കെ ഉണ്ട്. ജോലിയില്ലാത്ത സ്ത്രീകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് പെൻഷൻ നിശ്ചയിച്ചു. ആ പെൻഷൻ ഇന്ദിര പിന്നെ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ 3000-2000 കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഭലേ ബേസ്, ഇനി കുടുംബകലഹം പതിവായിരിക്കും. കുടുംബകലഹം ഇല്ലാതിരിക്കാനാണ് ഇവരത് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിലായിരിക്കും ഇനി കുടുംബകലഹം ഉണ്ടാകുക. ഇതിൻ്റെ പുരുഷന്മാർക്ക് പെൻഷനൊന്നും വേണ്ട, അടുത്ത തവണ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, അത്രമാത്രം ഇപ്പോൾ പറയുന്നുള്ളൂ. പുരുഷന്മാരായ ഞങ്ങളൊക്കെ പാടെ കൂടി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പാടെ തിരിച്ച് നിങ്ങളെ അടപുടലെ ഞങ്ങൾ തോൽപ്പിക്കും. സ്ത്രീകളെ വോട്ട് മാത്രം മതി നിങ്ങൾക്ക്, പുരുഷന്മാരാരുടെയും വോട്ട് നിങ്ങൾക്ക് വേണ്ട, തരൂല.